ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു എന്താ പറയുക ഫുഡ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് എല്ലാ ദിവസത്തെയും പോലെ ഇന്നൊരു പണി ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഐഡിയ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നലെ വെച്ച പഴങ്കഞ്ഞിയുണ്ട്. നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ഈ ഗ്യാസ് ഇത് കണ്ടല്ലോ. അപ്പം നമ്മൾ പഴങ്കഞ്ഞി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട ചോറാണ്. കുറേയൊന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ. രാവിലെ ആയതുകൊണ്ട് കുറേ കഴിക്കാൻ വയ്യ. അപ്പം ഇത്ര എടുക്കാം. നോക്കിയാലേ ഇത്ര ഇതിനായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി മേടിച്ച സംഭവമാണ് ഈ ചട്ടിയും അതുപോലെ ഈ ഇതിനെന്താ പറയുക കയ്യില്. ദിസ് ഈസ് കയ്യില്. അപ്പോൾ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ ഈ പിടിക്കുന്ന ഭാഗം മുള കൊണ്ടാണ്. അപ്പം ഇത് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ പഴങ്കഞ്ഞി ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ വേണ്ടേ, ഉപ്പേരിടാം അല്ലേ. അപ്പോൾ കുറച്ച് തോരൻ, പയർ തോരൻ ഇടാം ഈ സൈഡിൽ കുറച്ച്. ഇനി അടുത്തത് അടുത്തതാണ് ചീനമുളക്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ചീനമുളക് കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് വെള്ള ചീനമുളകാണ്. ഇതില്ലാതെ നമ്മളെങ്ങനെ പഴങ്കഞ്ഞി കുടിക്കും? യെസ്. പിന്നെ അടുത്തത് നമുക്ക് ചമ്മന്തിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി. എന്താ ഉള്ളിയും എന്നെ കാണിക്കോ, ഉള്ളിയും പുളിങ്ങ, പിന്നെന്താ മുളക് പൊടി, മുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തി. അപ്പം അത് ഈ സൈഡിലേക്ക്. യെസ്. ഇനി അടുത്തത് നമുക്ക് അച്ചാർ. മാങ്ങ അച്ചാറാണ് ശരിക്കും വേണ്ടത്. പക്ഷെ നമ്മളെ വീട്ടിൽ വെളുത്തുള്ളിയേ ഉള്ളൂ. അപ്പം അത് അപ്പം ഇതിന് കണ്ണ് തട്ടാതിരിക്കാൻ കുറച്ച് കപ്പ. അതെവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം അല്ലേ. അടിപൊളി ലുക്കായല്ലോ. ഇതൊക്കെയത് കറക്റ്റ് അല്ലേ? അടിപൊളിയല്ലേ? ഇനി വിലയ്ക്കാൻ ഇനി ഞാനൊരു സംഭവത്തിൽ ഇടാൻ മറന്നുണ്ട്. ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കലക്കി കഴിക്കണം. പിന്നെന്താ വെച്ചാൽ തൈര് വേണ്ടതാണ്. പക്ഷേ തൈര് കേടുന്നു. തൈര് ഉണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അത് ആകെ കേടുന്നു. അപ്പം ഇനി വെറുതെ വയറ് ചീത്തണ്ടല്ലോ. അപ്പം ഞാൻ ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഇപ്പം എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. ചെറിയ ഉള്ളിയും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പം ഇനി അതൊന്ന് കഴിച്ചോട്ടെ. ഞാനൊന്ന് കഴിക്കട്ടെ. കുറച്ച് കപ്പയും പിന്നെ മുളക് ഞാൻ എടുക്കണില്ല, കാരണം മുളക് ചെറുതായിട്ട് കഴിക്കാനേ പറ്റുള്ളൂ. പിന്നെ എന്താ ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോകട്ടോ. ഈ ചമ്മന്തിയിൽ നല്ല പുളി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കട്ടോ. മീനില്ല, ചിക്കനും ഇല്ല. അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യൂ ഗൈസ്. ഇടയ്ക്കൊക്കെ പഴക്കഞ്ഞൊക്കെ ടേസ്റ്റ് ചെയ്ത് സെസ് മുളക്. ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇനി അത് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പം ശരി. ബൈ.